അടുത്തത് പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ലയിലേക്ക് പോകുന്നു. പാലക്കാട്ടെ കഥ എന്താണ് എന്ന് മഹേഷ് പറയും. മഹേഷ്, പാലക്കാട് ആകെ ജില്ലാ പഞ്ചായത്തിൽ 30 ഡിവിഷനുകൾ, അതിൽ 27ഇടത്തും LDF 3 സീറ്റ് മാത്രം UDF പാലക്കാട് ജില്ലാ പഞ്ചായത്തിൽ വരുന്നു. നഗരസഭയിൽ 5ഇടത്ത്, ആകെ ഏഴ് നഗരസഭകളാണുള്ളത്. അതിൽ 5ഇടത്തും LDF, 1ഇടത്ത് UDF, BJP 1ഇടത്ത്. അങ്ങനെയാണ് നഗരസഭകളുടെ കണക്ക്. ബ്ലോക്ക് പഞ്ചായത്ത് ആകെ 13 ബ്ലോക്ക് പഞ്ചായത്തിൽ LDF 13, UDF 2, BJPക്ക് ഇല്ല അവിടെ. പാലക്കാട് ഗ്രാമപഞ്ചായത്തുകൾ വരുമ്പോൾ LDF 64, UDF 24, 88-ൽ 64, 24. ഇടത്തോട്ട് തന്നെ നിഷാദ്. ശരി, പാലക്കാട് സാജിദ് അജ്മൽ ചേരുന്നു. സാജിദ്, പാലക്കാട് ജില്ലയിൽ ഇത്തവണ എന്തൊക്കെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നു? ഇരു പാർട്ടികളും ഇരു മുന്നണികളും എന്തുമാത്രം സജ്ജമാണ്? നിഷാദ്, മഹേഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഇടത്തോട്ടാണ് ഈ പാലക്കാട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും ഉള്ളത്. അത് ഇത്തവണ അത്ര എളുപ്പത്തിൽ ഇടതുപക്ഷത്തിന് ഈ കഴിഞ്ഞ തവണത്തെ പോലെ പിടിച്ചു കയറുക എന്നുള്ളത് ചില പ്രശ്നങ്ങൾ ഉണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം പലയിടത്തും ഈ CPM-നകത്ത് വലിയ വിഭാഗീയ പ്രശ്നങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കൊഴിഞ്ഞാമ്പാറയും സമീപ പഞ്ചായത്തുകളിലും ഈ വിവിധ പ്രശ്നം അതിശക്തമായി തന്നെ നിൽക്കുന്നു. വല്ലപ്പുഴ, നെല്ലായ, മണ്ണാർക്കാടിന്റെ വിവിധ ഭാഗങ്ങളിലെല്ലാം തന്നെ ഇതുണ്ട്. ഇതുകൂടാതെ PK ശശിയെ പോലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ഇപ്പോഴും പാർട്ടി അംഗമാണ്. പക്ഷെ അദ്ദേഹം ഒരു രംഗത്തുമില്ല. KTDCയുടെ ചെയർമാൻ എന്ന നിലയ്ക്ക് മാത്രം നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ എങ്കിൽ കൂടി ജില്ലാ പഞ്ചായത്ത് ഈ CPM-നെ LDF-നെ മറികടന്നുകൊണ്ട് UDF-ന് നേടിയെടുക്കാം, വിജയിക്കാം എന്നൊരു ആത്മവിശ്വാസമൊന്നും അവർക്ക് പോലുമില്ല. കൂടുതൽ സീറ്റുകൾ നേടാമെന്നുള്ളതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഭൂരിഭാഗവും ഇപ്പോൾ പട്ടാമ്പിയും മണ്ണാർക്കാടുമാണ് UDF-നൊപ്പം ഉള്ളത്. ബാക്കിയെല്ലാം തന്നെ LDF-നൊപ്പമാണ്. അത് നിലനിർത്താം, ഒരുവിധം നിലനിർത്താൻ ആകും എന്നതിലും സംശയമില്ല. LDF-ന് കഴിയുമെന്നതിലും സംശയമില്ല. പക്ഷേ നഗരസഭകളുടെ കാര്യം വരുമ്പോൾ അത് LDF-ന് ഈ കഴിഞ്ഞ തവണത്തെ പോലെ അത്ര സുഗമമാകും എന്ന് നമുക്ക് തോന്നുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ പാലക്കാട് നഗരസഭയിൽ LDF-ന് വലിയ പ്രതീക്ഷയില്ല. അവിടെ BJP ആണ് എല്ലാവർക്കും അറിയുന്നത് പോലെ. രണ്ടാം സ്ഥാനത്ത് പിന്നീട് പ്രതീക്ഷയുള്ളത് UDF-നാണ്. UDF അതിനായി പരമാവധി ശ്രമിക്കുന്നുണ്ട്. BJPക്കകത്താണെങ്കിൽ വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത് മുതലെടുക്കാൻ UDF-ന് എത്രത്തോളം കഴിയുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മണ്ണാർക്കാടാണ് UDF-നൊപ്പം നിലവിൽ ഉള്ളത്. എന്നാൽ പട്ടാമ്പി നഗരസഭ V4 പട്ടാമ്പി എന്ന ഒരു കൂട്ടായ്മയുടെ, നേരത്തെ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയ TP ഷാജിയുടെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടായ്മയുടെ ബലത്തിലാണ് LDF ഭരിച്ചിരുന്നത്. ഈ TP ഷാജിയും സംഘവും V4 പിരിച്ചുവിടുകയും കോൺഗ്രസിൽ ലയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി UDF-ന് കുറച്ചുകൂടി എളുപ്പത്തിൽ അത് നേടാമെന്നാണ് UDF-ന്റെ വിശ്വാസം. പക്ഷേ ഈ 5 വർഷത്തെ ഈ വികസന പദ്ധതികൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തങ്ങൾ പ്രചരണം നടത്തി അധികാരത്തിൽ എത്തുമെന്ന് LDF വാദിക്കുകയും ചെയ്യുന്നു. ചിറ്റൂർ, തത്തമംഗലം, അതോടൊപ്പം തന്നെ ചെർപ്പളശ്ശേരി തുടങ്ങിയ നഗരസഭകൾ നേരത്തെ UDF-നൊപ്പം നിന്നതാണ്. കഴിഞ്ഞ തവണ ചിറ്റൂര് ചെറിയ ഒരു തന്നെയാണ് കൈവിട്ടു പോയത്. ഈ നഗരസഭകൾ തിരിച്ചു പിടിക്കാം എന്ന് അവർ പ്രതീക്ഷിക്കുന്നു. ഒറ്റപ്പാലത്തും CPM-നകത്ത് ചില പ്രശ്നങ്ങളുണ്ട്. അത് മുതലാക്കാൻ കഴിയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഷൊർണൂർ CPM-ന്റെ ഒരു കോട്ടയായി തന്നെ നിൽക്കുന്നു. നേരത്തെ MR മുരളിയുടെ നേതൃത്വത്തിലുള്ള വിഭാഗീയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം തന്നെ പൂർണ്ണമായി മാറിയ ഒരു സാഹചര്യമാണ് ഉള്ളത്. UDF-നെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളെ അപേക്ഷിച്ച് പ്രശ്നങ്ങൾ കുറവാണെങ്കിലും ഈ തദ്ദേശീയമായി പാലക്കാട് മുനിസിപ്പാലിറ്റി, അതോടൊപ്പം തന്നെ കാഞ്ഞിരപ്പുഴ ചില പഞ്ചായത്തുകളിൽ ലീഗും കോൺഗ്രസും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട്. ഈ ലീഗിനകത്ത് തന്നെ ചില പ്രശ്നങ്ങൾ പാലക്കാട് നഗരസഭയ്ക്കകത്ത് ഉണ്ട്. ഇത്തരം പ്രശ്നങ്ങളാണ് പ്രധാനമായും ഉള്ളത്. എന്നാൽ ഈ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് നേരത്തെ തന്നെ ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. BJP ഇത്തവണ പാലക്കാട് നഗരസഭ തിരിച്ചു പിടിക്കുക എന്നതോടൊപ്പം തന്നെ അകത്തേത്തറ, മലമ്പുഴ, അട്ടപ്പാടിയിലെ പുതൂർ പഞ്ചായത്തുകൾ ഇവ പ്രത്യേകം ഫോക്കസ് ചെയ്തുകൊണ്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എത്രത്തോളം അവർക്ക് നേടാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ശരി, സാജിദ് അജ്മലാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. പാലക്കാടും ഈ 3 മുന്നണികളും പലതരത്തിൽ പ്രതീക്ഷ വയ്ക്കുന്ന സ്ഥലം കൂടിയാണ്. എന്നാൽ എല്ലാവർക്കും അകത്ത് പലതരത്തിലുള്ള ആഭ്യന്തര ശൈഥില്യങ്ങളും ഉണ്ട്. എന്നാലും പോരാട്ടത്തിന് അതുകൊണ്ട് പല മാനങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ്.